അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണഘട്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വായിഫ് യാത്ര. ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണവും സഹായവും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര. എന്നാൽ ആ പ്രതീക്ഷ വെറും നിരാശ മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവർ വികൃതി കുട്ടികളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയുകയും ചെയ്തു. ഏറുകൊണ്ട് ചോര പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിക്കയറിയത് ഈ കാണുന്ന തോട്ടത്തിലേക്കായിരുന്നു. ഉത്തുബ, ഷൈബ എന്നിവരും അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും മാറി മറ്റൊരു വലിയ മുന്തിരിവള്ളിയുടെ താഴേക്ക് നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാസം കണ്ടുകൊണ്ടാവണം ഉത്തുബ, ഷൈബ എന്നിവർ അവർ കലിവ് തോന്നുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അവരുടെ ഭൃത്യനായ അദ്ദാസിനെ മുന്തിരി കൊടുത്തയച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. അദ്ദാസ് കൊടുത്ത മുന്തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മിയോടുകൂടി ഭക്ഷിച്ചു. ആശ്ചര്യം തോന്നിയ അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. നീനവ നാട്ടുകാരനാണെന്ന് പറയപ്പെട്ട അദ്ദാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യൂനുസ് ബിൻ മത്തായെ പോലെ ഞാനും ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയും തലയും ചുംബിച്ച് മുസ്ലിം ആവുകയായിരുന്നു.